ഓം ശാന്തി. ഇന്ന് ചാണക്യ ദർശനത്തിൽ മറ്റൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ 4 കാര്യം മറ്റുള്ളവരോട് പങ്കുവെക്കുന്നവർ ജീവിതത്തിൽ പരാജയം ഉറപ്പിച്ചോളൂ. ഈ 4 കാര്യം ആരോടും പറയാതിരുന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ദുഃഖിക്കേണ്ടതായിട്ട് വരില്ല എന്ന് പറയുന്ന 4 കാര്യങ്ങൾ. എനിക്കത് വളരെ ശരിയെന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് ഇന്നത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം പറയുന്നത്, നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന ദുഃഖങ്ങൾ അത് നിങ്ങളെല്ലാവരോടും പറഞ്ഞു നടക്കരുത്. അതനുഭവമാണ്. നിരന്തരമായിട്ട് പരാതി പറയുന്ന ഒരാളെ കാണുമ്പോൾ അവർ വരുമ്പോഴത്തേക്ക് നമ്മൾ പറയും പരാതിപ്പെട്ടി വരുന്നുണ്ട്, ശരിയല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങളെ കാണുമ്പോൾ ഒഴിഞ്ഞു പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുക. അതേസമയം സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആരോടും പറയണ്ട എന്നുള്ള കാര്യം ഏറ്റവും നല്ലത്. കഴിവതും നിങ്ങൾക്ക് ഈശ്വരനൊരു കത്തെഴുതി കൊടുത്തിട്ട് രാത്രിയിൽ ഉറങ്ങുന്നതിനേക്കാൾ മുന്നേ അന്നന്നത്തെ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും നിങ്ങൾ ഭഗവാൻ എഴുതി കൊടുത്തു നോക്കിയേ. ആ ദുഃഖങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ഒരു ഭാരമായിട്ട് മനസ്സിൽ തങ്ങി നിൽക്കില്ല. അതേസമയം ആരോടും പറയാതെ ദുഃഖങ്ങളൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കി പിടിച്ച് നടന്നാൽ അത് ഡിപ്രഷൻ ഉണ്ടാക്കും, രോഗം ഉണ്ടാക്കും, ഷുഗർ ഉണ്ടാക്കും, പ്രഷർ ഉണ്ടാക്കും, കൊളസ്ട്രോൾ ഉണ്ടാക്കും, സംബന്ധങ്ങളിൽ സംഘർഷം ഉണ്ടാക്കും. അപ്പോൾ ആരോടും പറയാതെ ഉള്ളിൽ വെച്ചാൽ അത് നമുക്ക് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് മനുഷ്യന്മാരോട് പറയേണ്ട. ആരോട് പറഞ്ഞാലാണോ ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കാത്തത് അവരുടെ അടുത്ത് എല്ലാം തുറന്നു പറയും. അതിനുള്ള ഉത്തമ വിധിയാണ് ദിവസവും രാത്രിയിൽ ഭഗവാന് ഒരു കത്തെഴുതുക. നമ്മുടെ മനസ്സിലെ എല്ലാ സങ്കടങ്ങളും നിങ്ങൾ എത്ര തന്നെ പറഞ്ഞാലും, എത്ര തവണ പറഞ്ഞാലും, എല്ലായ്പ്പോഴും പറഞ്ഞാൽ പോലും മടുക്കാതെ കേൾക്കുന്ന ഒരാളാണ് ഈശ്വരൻ. അതുകൊണ്ട് രാത്രി ഉറങ്ങും മുന്നേ മനസ്സിലെ എല്ലാ വിഷമങ്ങളെയും ഭഗവാന്റെ പേരിൽ, എൻ്റെ പ്രിയപ്പെട്ട ഭഗവാന്, നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത്, സ്നേഹിക്കുന്നത്, അവരുടെ പേരിൽ ഒരു കത്തെഴുതൂ. വിശദമായിട്ട് എഴുതിക്കോളൂ. എന്തൊക്കെ പറയണോ അതൊക്കെ പറഞ്ഞോളൂ. പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് കാലിയായി, കാമായി. ഇനി അത് കണ്ടിട്ട് ആരെങ്കിലും നാളെ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അതിനെ രാവിലെ ആകുമ്പോൾ കീറി കത്തിച്ച് കളഞ്ഞോ, അല്ലെങ്കിൽ ആ ഒരു പേജിൽ എഴുതിയിട്ട് അതിനപ്പം തന്നെ കീറിക്കളഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ കീറിക്കളയുക, അല്ലെങ്കിൽ ബെഡിൻ്റെ അടിയിൽ വെച്ചുറങ്ങി രാവിലെ എഴുന്നേറ്റ് എടുത്ത് കളയുക. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ വഴി ചെയ്തോളൂ. പക്ഷേ മനുഷ്യന്മാരോട് പറയാൻ പോയാൽ, ഞാനൊരു കവിത പഠിച്ചത് ഓർമ്മിക്കും. പണ്ട് പുറത്തേക്ക് ഒഴുകുന്ന കണ്ണുനീരെ നീ എല്ലാവരെ കൊണ്ടും എന്നെ പരിഹസിപ്പിക്കുകയാണല്ലേ എന്ന് ഹിന്ദിയിൽ ഒരു കവിത പഠിച്ചത് ഞാൻ ഓർക്കും. പുറത്തൊഴുകുന്ന കണ്ണുനീരിന് ആരും വിലയിടാറില്ല. പകരം മുന്നിൽ കാണുമ്പോൾ സഹതാപവും പിന്നിൽ നിന്ന് പരിഹാസവുമാണ് കണ്ണീര് നമുക്ക് തരിക. അതുകൊണ്ട് കരയുക എന്നുള്ളത് നല്ല ശീലമല്ല. എന്ത് വന്നാലും ചിരിക്കാൻ പഠിച്ചു നോക്കിയാൽ ചിരിച്ച് നമുക്ക് എല്ലാ പ്രശ്നത്തിനും ചിരിയിലേക്ക് മാറ്റാം. കരഞ്ഞ് കണ്ണീരിൻ്റെ അളവ് കൂടുകയുള്ളൂ. അതുകൊണ്ട് ചിരിച്ച് നമുക്ക് എല്ലാ പ്രശ്നത്തിനും ഇല്ലാതാക്കാം. എല്ലാം ഭഗവാനോട് പറയുക, സന്തോഷമായിട്ടിരിക്കാനായിട്ട് പഠിക്കുക. എന്തിൽ നിന്നും നല്ലതുണ്ടാവും, ഉറച്ച് വിശ്വസിക്കൂ. എന്നാൽ തീർച്ചയായിട്ടും നല്ലതുണ്ടാവുക തന്നെ ചെയ്യും. രണ്ടാമത്തെ, നമ്മുടെ ഏതെങ്കിലും ബലഹീനതകളുണ്ടെങ്കിൽ എനിക്കിങ്ങനൊരു കാര്യം ഉണ്ട് കേട്ടോ എന്ന് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പറയുക. എന്നിട്ട് പറയുക, ഇതാരോടും പറയല്ലേ കേട്ടോ എന്ന് പറയുക. അവരെന്ത് ചെയ്യും? അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് അത് പറയും. എന്നിട്ട് പറയും, നീ എനിക്ക് എന്നോട് മാത്രമായിട്ട് പറഞ്ഞതാണ് കേട്ടോ, ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടേ, ഞാൻ നിന്നോട് പറയുകയാണ്, നീ ആരോടും പറയല്ലേ കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതെല്ലാവരും അറിയുന്ന പരസ്യമായിട്ട് മാറും. അതുകൊണ്ട് രഹസ്യം പരസ്യമാക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് ആരോടെങ്കിലും പറയും, അതാരോടും പറയരുത് എന്ന് കൂട്ടിച്ചേർക്കും കൂടെ ചെയ്യുക. അതുകൊണ്ട് രഹസ്യങ്ങൾ, നമ്മുടെ വീക്ക്നെസ് ഉണ്ടോ സ്വയം തിരിച്ചറിയുക, അതിന് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള പെട്ടെന്ന് മൂഡ് ഓഫ് ആവുന്ന സ്വഭാവമാണോ, ഈശ്വരൻ്റെ അടുത്ത് നിന്ന് ശക്തി എടുക്കൂ. പെട്ടെന്ന് സങ്കടം വരുന്ന സ്വഭാവമാണോ, ഭഗവാന്റെ അടുത്ത് നിന്ന് ശക്തി എടുക്കൂ. പെട്ടെന്ന് ക്രോധം വരുന്ന സ്വഭാവമാണോ, ഈശ്വരനിൽ നിന്ന് ശാന്തി എടുക്കൂ. മനസ്സിൽ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന മിസ്സിങ് ആണോ, സ്നേഹസാഗരനിൽ അലിഞ്ഞു നോക്കൂ. എന്താ ഈശ്വരൻ്റെ അടുത്തില്ലാത്ത? എല്ലാം നമുക്ക് തരാൻ വേണ്ടി അൺലിമിറ്റഡ് ആയിട്ട് അൺകണ്ടീഷണലായി സദാ നമ്മുടെ കൂടെയുള്ള ആളാണ് ഈശ്വരൻ. അതുകൊണ്ട് എല്ലാ കുറവുകളെയും ഭഗവാന്റെ മുന്നിൽ തുറന്നു വെച്ചോളൂ. അതിന് വേണ്ടതായിരിക്കുന്ന വാല്യൂ സ്വീകരിച്ചോളൂ. ആ കുറവിനില്ലാതാക്കിക്കോളൂ. അതുകൊണ്ട് രഹസ്യങ്ങൾ മറ്റൊരാളുടെ അടുത്ത് പറയും, ഇതാരോടും പറയരുത് എന്ന് പറയുകയും ചെയ്താൽ അത് ഏറ്റവും വലിയ പാട്ടായി മാറും. പിന്നെ രണ്ടാമത്തെ കാര്യം, എവിടെയെങ്കിലും നമ്മൾ അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പലപ്പോഴും നമ്മുടെ മനസ്സിനുള്ളൊരു ഭാരമായിട്ട് തങ്ങിക്കിടക്കും. അത് ഏറ്റവും ഇഷ്ടപ്പെട്ട വേണ്ടപ്പെട്ടവരെന്ന് വിചാരിക്കുമ്പോൾ സങ്കടം ഇറക്കി വെക്കുകയാണ് മറ്റൊരാളുടെ മുന്നിൽ പറയുന്നത്. അത് വാസ്തവത്തിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അപമാനിപ്പിക്കപ്പെട്ട കാര്യം അത് അവിടെ അവസാനിക്കേണ്ട കാര്യം എല്ലാവരുടെ അടുത്ത് അറിയിക്കലാവും. അതുകൊണ്ട് എന്തെങ്കിലും അപമാനം ഉണ്ടായി എങ്കിൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, അപമാനം നമുക്ക് തോന്നുന്നത് അഭിമാനം ഉണ്ടാകുമ്പോഴാണ്.
അതുകൊണ്ട് എന്തിലും നല്ലതേ ഉള്ളൂ. ഒരാളെ അപമാനിച്ചുവെങ്കിൽ എന്തെങ്കിലും അതിലൊരു കഴമ്പുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി മനസ്സ് സ്വീകരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതെനിക്കുള്ളതല്ല എന്ന് പറഞ്ഞ് ഒഴിവാവുക. ഇങ്ങനെ ഏതെങ്കിലും യുക്തിയിലൂടെ ആ കാര്യങ്ങൾക്ക് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം. മനസ്സിൽ കൊണ്ടു നടന്നാൽ ഉള്ളിൽ നിറയേയും അത് തങ്ങി നിൽക്കുകയും ചെയ്താൽ അത് പതുക്കെ പതുക്കെ സമയവും സാഹചര്യം വരുമ്പോൾ പുറത്തേക്ക് ഒഴുകിയേക്കും. പുറത്തൊഴുകിക്കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾക്കുള്ള ആദരവായിട്ട് ആരും സ്വീകരിക്കാറില്ല. സമയവും സന്ദർഭവും വരുമ്പോൾ അവർ നിന്നോട് അങ്ങനെ പെരുമാറിയിട്ടില്ലേ, കാരണേ ഇതന്നെയാണ് എന്ന് വേറൊരു സമയത്ത് നിങ്ങൾക്ക് കുത്തു കിട്ടാനുള്ള കാരണമാവും. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങൾ നമ്മളായിട്ട് ആരോടും ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്കറിയാലോ, ഒരു ഭിക്ഷക്കാരൻ വന്നിട്ട് ചേച്ചി ഒരു 10 രൂപ തരുമോ എന്ന് ചോദിച്ചാൽ കടന് നാളെ തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഭിക്ഷക്കാരൻ്റെ കയ്യിൽ ഇല്ല എന്നറിയാം. ഇല്ലാത്തവന് ആരും കടം കൊടുക്കാറില്ല. ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇല്ലായ്മകളെ മറ്റുള്ളവരെ മുന്നിൽ അറിയിച്ച് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരും സഹായിക്കാനുണ്ടാവില്ല. അതുകൊണ്ട് സ്വമാനത്തിന്, സെൽഫ് റെസ്പെക്റ്റിന് ഉയർത്തുക. നമ്മുടെ ഇല്ലായ്മകളെ നമ്മുടെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് സ്വാഭിമാനത്തിൻ്റെ ശക്തിയിലൂടെ, സ്വാഭിമാനം എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു പറയുകയാണ്, പൊസിഷൻ, പ്രസ്റ്റീജ്, പ്രിവിലേജ്, പെനി, പീപ്പിൾ, പവർ, ഇതിൻ്റെ ഒന്നിൻ്റെ ആധാരത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആത്മ അഭിമാനത്തിൻ്റെ ആധാരത്തിൽ, നമ്മുടെ വാല്യൂസിൻ്റെ ആധാരത്തിൽ, നമ്മുടെ ഗുണങ്ങളുടെ ആധാരത്തിൽ, എൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആ മൂല്യങ്ങളോളം ശക്തിയുള്ള, ധനമുള്ള, മൂല്യമുള്ള ഒന്നും ഈ ലോകത്തിലില്ല. അതുകൊണ്ട് ആ വാല്യൂസിൻ്റെ ബേസിൽ നിങ്ങൾ ജീവിച്ചു നോക്കൂ. പതുക്കെ പതുക്കെ സൂര്യൻ്റെ കൂടെ എല്ലാ കാര്യവും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സൂര്യൻ നമ്മുടെ പിന്നിലാണെങ്കിൽ നിഴൽ നമ്മുടെ മുന്നിലായിരിക്കും. സൂര്യൻ നമ്മുടെ മുന്നിലാണെങ്കിൽ നിഴൽ നമ്മുടെ പിന്നിലായിരിക്കും. സൂര്യൻ നമ്മുടെ തലയ്ക്ക് നേരെയാണെങ്കിൽ നിഴൽ കാൽക്കീഴിലായിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ സൂര്യനെ തലയുടെ മേലെ നിർത്തൂ, ഭഗവാനെ നമ്മുടെ തലയുടെ മേലെ ഗൈഡായിക്കൊണ്ട് നിർത്തൂ. എങ്കിൽ ഈ ലോകത്തിലെ സ്ഥാനം, മാനം, ധനം, ജനം ഇതെല്ലാം നിങ്ങളുടെ കാൽക്കീഴിൽ നിഴൽ പോലെ വരുന്നതായിരിക്കും. നമ്മുടെ ഇല്ലായ്മകളെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് പരിഹസിക്കപ്പെടാനും സ്വയം താഴ്ത്തിക്കെട്ടാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത്. ഈ 4 കാര്യങ്ങൾ ചാണക്യ ദർശനത്തിൽ ഞാൻ വായിച്ചു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു തോന്നി. അതുകൊണ്ട് ഞാൻ നിങ്ങളെടുത്തതിന് ഷെയർ ചെയ്തതാണ്. ഓം ശാന്തി.